ശിഷ്യനെ ഗുരു ആശ്വസിപ്പിച്ചു. നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഈ സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാൻ വഴിയുണ്ട്, മഹാന്മാർ അതിലേക്ക് കടന്നു പോയവരാണ്, ആ മാർഗം നിനക്ക് പറഞ്ഞു തരാം, ധൈര്യമായിട്ട് ഇരുന്നോളൂ, അത് ആ മാർഗത്തിലൂടെ നിന്റെ സംസാര ഭയം തീരും, നിനക്ക് പരമാനന്ദം അടയാനും പറ്റും എന്ന് പറഞ്ഞു. എന്താണ് ആ മഹാനായിട്ടുള്ളതായ ശ്രേഷ്ഠമായിട്ടുള്ളതായ മാർഗം? അതാണ് ഇവിടെ പറയുന്നത്. വേദാന്താർത്ഥ വിചാരേണ ജായതേ ജ്ഞാനമുത്തമം തേനാത്യന്തിക സംസാര ദുഃഖനാശോ ഭവത്യനു. വേദാന്താർത്ഥ വിചാരേണ ജായതേ ജ്ഞാനമുത്തമം തേനാത്യന്തിക സംസാര ദുഃഖനാശോ ഭവത്യനു. വേദാന്ത അർത്ഥത്തെ, വേദാന്തത്തിന്റെ അർത്ഥത്തെ വിചാരം ചെയ്യുന്നതിലൂടെ ഉത്തമം ജ്ഞാനം ജായതേ, ഉത്തമമായ ജ്ഞാനം ഉണ്ടാകും. തേന, അതുകൊണ്ട് ആ ഉത്തമ ജ്ഞാനം കൊണ്ട് ആത്യന്തിക സംസാര ദുഃഖനാശ ഭവതി, സംസാര ദുഃഖനാശം ആത്യന്തികമായി ഭവിക്കും. ഇതാണ് ശ്ലോകാർത്ഥം. എന്താ? വേദാന്ത അർത്ഥ വിചാരം കൊണ്ട് ഉത്തമം ജ്ഞാനം ജ്ഞായതേ, ഉത്തമം ജ്ഞാനം ജായതേ, ഉത്തമമായ ജ്ഞാനം ഉണ്ടാവും. ഇവിടുത്തെ മഹത്തായ കശ്ചിത് മഹാൻ ഉപായ അസ്തി എന്ന് പറഞ്ഞല്ലോ പൂർവ്വശ്ലോകത്തില്. വലിയൊരു മാർഗമുണ്ട്, ശ്രേഷ്ഠമായൊരു മാർഗമുണ്ട്, മഹത്തായ ഒരു മാർഗമുണ്ട്. എന്ത്? നിന്റെ സംസാര ഭയത്തെ നീക്കി നിന്റെ പരമാനന്ദത്തെ തരുന്ന ഒരു മാർഗമുണ്ട് പറഞ്ഞു. എന്താണ് ആ മാർഗം? റോയൽ പാത്ത് എന്നൊക്കെ പറയാം, രാജവിദ്യ, രാജഗുഹ്യം എന്നൊക്കെയാണ് ഗീതയിലെ 9ാം അധ്യായത്തിൽ ഭഗവാൻ അതിനെ വിശേഷിപ്പിക്കുക അല്ലേ. റോയൽ പാത്താണത്. സുസുഖം കർത്തുമവ്യം, എളുപ്പമാണ് അനുഷ്ഠിക്കാൻ, പ്രയാസമില്ലാത്തതാണത്. ഇങ്ങനെയൊക്കെ ഭഗവാൻ അതിനെക്കുറിച്ച് അഡ്വർടൈസ് ചെയ്യും ഗീതയില്. അപ്പോ എന്താണ് ആ മഹത്തായ മാർഗം, ശ്രേഷ്ഠമായ മാർഗം? കൃഷ്ണഭഗവാൻ ഗീതയിൽ പറയണതും എല്ലാ ആചാര്യന്മാരും പറയണത് സംസാര ദുഃഖത്തിൽ നിന്നുള്ള മോചനത്തിനും അതുമാതിരി പരമാനന്ദ പ്രാപ്തിക്കുള്ള മാർഗം വേദാന്ത അർത്ഥ വിചാരം. വേദാന്തത്തിന്റെ അർത്ഥത്തെ വിചാരം ചെയ്യണം. എന്താണ് ഈ വേദാന്തത്തിന്റെ അർത്ഥത്തെ വിചാരം ചെയ്യാന്ന് പറഞ്ഞാല്? പൊതുവെ ആൾക്കാർ അതിന്റെ വേദാന്തം ഒന്നും എനിക്ക് കേൾക്കണ്ടെന്നാ പറയാ. എന്താ വേദാന്തം എന്നറിയാതെ അല്ലേ? വേദത്തിന്റെ അന്തം വേദാന്തം. വേദാന്തം എന്ന് പറഞ്ഞാൽ ഒറ്റടിക്ക് പറയും വേദാന്തോ നാമ ഉപനിഷത് പ്രമാണം. വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകളാണ്. തത് ഉപകാരിണി ശാരീരിക സൂത്രാണിജ, അതിന് ഉപകാരങ്ങളായ സഹായങ്ങളായ ശാരീരിക സൂത്രങ്ങൾ എന്ന് പറഞ്ഞ അർത്ഥം. വേദാന്തം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വേദത്തിന്റെ പരമമായ താല്പര്യം? എസൻഷ്യൽ ടീച്ചിങ് ഓഫ് ഉപനിഷത്ത്. വേദത്തിന്റെ പരമമായ താല്പര്യം നിശ്ചയിച്ചിരിക്കുന്നത് ഉപനിഷത്തുകളില്ല. ആ ഉപനിഷത്തുകളുടെ എസൻസ്, സാരം, അതാണ് വേദാന്തം. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഉപനിഷത്ത് മാത്രമല്ല, വിവേക ചൂടാമണി പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെയും എന്താണ്? വേദാന്താണ്. ഉപനിഷത്ത് മാത്രം എടുക്കാൻ പാടില്ല. ഈ ഉപനിഷത്ത് ആശയങ്ങളെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ ഏത് ഭാഷയിലുള്ളതായാലും, മലയാളത്തിലാവട്ടെ, തമിഴിലാവട്ടെ, ഹിന്ദിയിലാവട്ടെ, ഏത് ഭാഷയിലുള്ളതായാലും, എന്താണ് അതിന്റെ അർത്ഥം? അതെന്താ പറയണത്? നമ്മൾ ഓരോരുത്തരും ശിവസ്വരൂപികളാണ്, ശവമല്ല എന്നാ പറയണേ. മനസ്സിലായോ? നമ്മൾ ഓരോരുത്തരും ശാശ്വത ആനന്ദ സ്വരൂപികളാണ്, അല്ലാതെ ദുഃഖികളല്ല എന്നാ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വരൂപന്മാരാണ്, നമ്മൾ ആരും ഇന്നുണ്ടായി നാളെ ചത്തു പോകുന്നവരല്ല എന്നാണ് പറയുന്നത്. ഇതാണ് ഉപനിഷത്തിന്റെ പരമമായ അർത്ഥം. ഇതാണ് ആത്മതത്വത്തെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്. പരമാത്മതത്വത്തെക്കുറിച്ച്, പരമാത്മതത്വം തന്നെ ആത്മതത്വം. ആ സത്യത്തെയാണ് വേദാന്തം അഥവാ ഉപനിഷത്ത് പറയണത്. അപ്പൊ ആ ശാസ്ത്ര താല്പര്യത്തെ എന്ത് ചെയ്യണം? വിചാരം ചെയ്യണം. വേദാന്തത്തിന്റെ അർത്ഥത്തെ വിചാരം ചെയ്യണം. ഗുരു എന്തിനാ പറയണത്? ശാസ്ത്രത്തെ പറഞ്ഞിരുന്നത്. ആ ശാസ്ത്രത്തിന്റെ അർത്ഥത്തെ, ഗുരു ഉപദേശിക്കുന്നതിന്റെ അർത്ഥത്തെ, അത് ശ്രവണം വേണം. അപ്പോ ആ ശ്രവണം കൊണ്ട് മാത്രം നിർത്താൻ പാടില്ല. അതിന്റെ അർത്ഥം മനസ്സിലാക്കി അതിനെ മനനം ചെയ്യണം. അയ്യോ, ആ മനനം ചെയ്ത് സംശയം തീർന്ന് അതിനെ
ധ്യാനത്തിലൂടെ സ്വാനുഭവമാക്കണം. ആണ് അനു എന്നൊരു പ്രയോഗം. അല്ലയോ? അനു വെച്ചാലോ ആഫ്റ്റർ, ശേഷം. അപ്പൊ വേദാന്ത ഉത്തമജ്ഞാനം ഉണ്ടാവണം. ഉത്തമജ്ഞാനം എന്താ? ആത്മജ്ഞാനം, ആത്മാവിനെ കുറിച്ചുള്ള അറിവ്. മനസ്സിലായോ? ആ ആത്മബോധം ഉണ്ടാവണം. അതാണ് ഉത്തമജ്ഞാനം. ലൗകിക ജ്ഞാനം ഉത്തമല്ല, മധ്യമോധമ. മനസ്സിലായോ? അതുകൊണ്ട് ഉത്തമം ജ്ഞാനം ജായെന്ന് പറഞ്ഞത്. ആത്മജ്ഞാനം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ആത്മതത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതായ വേദാന്ത ശാസ്ത്രങ്ങളെ ഗുരുനാഥനിൽ നിന്ന് ശ്രവണം ചെയ്യണം. ആ ശ്രവണാനന്തരം ശ്രവണം കൊണ്ട് കിട്ടുന്ന അറിവിനെ മനനം ചെയ്യണം. അപ്പോൾ ശ്രവണം മനനത്തിലേക്ക് നയിക്കും, മനനം ധ്യാനത്തിലേക്ക് നയിക്കും, നിര്ധ്യാസന ധ്യാനത്തിലേക്ക്, അത് നമ്മളെ സാക്ഷാത്കാരത്തിലേക്ക് നയിക്കും. അതാണ് അനു എന്ന് പറയുന്ന താല്പര്യം. അപ്പൊ വേദാന്താർത്ഥ വിചാരം കൊണ്ട് എന്തുണ്ടാവും? സെൽഫ് നോളേജ്. ഉത്തമജ്ഞാനം, സെൽഫ് നോളേജ്, ആത്മജ്ഞാനം ഉണ്ടാവും. ആ ആത്മജ്ഞാനം നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കും. മനസ്സിലായോ? ഇതാണ് അനു എന്ന് പറഞ്ഞത്. അപ്പൊ എന്തുണ്ടാവും? തേന, ആ ആത്മജ്ഞാനം കൊണ്ട് സംസാര ദുഃഖ ആത്യന്തിക നാശ ഭവതി. ആത്യന്തികമായ ദുഃഖനാശം സംഭവിക്കും. സംസാര ദുഃഖങ്ങൾക്ക് എന്നേക്കുമായിട്ട് അവസാനം ഉണ്ടാവും. ഇപ്പൊ കോമയുള്ളൂ, ഫുൾ സ്റ്റോപ്പില്ല. മനസ്സിലായി? ഒരു ദുഃഖം കഴിഞ്ഞു, അടുത്ത ദുഃഖം വന്നിട്ടില്ല, അതിനിടയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് ഇടയ്ക്ക് സുഖം കിട്ടിയെന്നും വരും അല്ലേ? ആത്യന്തികം എന്ന് പറഞ്ഞാലോ ഇനി മേലുണ്ടാവാത്ത രീതി ദുഃഖം എന്നേക്കുമായി ഇല്ലാണ്ടാവുക. ഇത് രണ്ടും സംഭവിക്കും. അപ്പൊ നോക്കി, ഈ രണ്ട് ശ്ലോകം, നേരത്തെ ശ്ലോകം ഈ ശ്ലോകം ചേർത്ത് നോക്കൂ. എന്താണ് ശാസ്ത്രങ്ങൾ നമ്മളോട് പറയണത്? എന്തിനാണ് ആത്മജ്ഞാനം നമ്മൾ നേടുന്നത്? എന്തുകൊണ്ട് ഈ ഭൗതിക ലോകത്തിലെ ജ്ഞാനം പോരാ? എന്തുകൊണ്ട് അവനവനെ അറിയണം, അവനവന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയണം? അതിന് ശാസ്ത്രത്തെ ശ്രവണാദികൾ ചെയ്യണം, ശ്രവണ മനന ധ്യാനാദികൾ ചെയ്യണം എന്നൊക്കെ ഇവിടെ സൂചിപ്പിക്കുക. പൂർവ്വശ്ലോകത്തിൽ പറഞ്ഞു, മഹത്തായ ഉപായമുണ്ട്, പൂർവന്മാർ ആ വഴിയിലൂടെ കടന്നുപോയവരാണ്. ആ വഴിയിലൂടെ നീ പോയി സഞ്ചരിച്ചാൽ എന്തുണ്ടാവും? ഈ സംസാര സമുദ്രത്തെ തരണം ചെയ്തിട്ട് പരമാനന്ദം അടയാൻ പറ്റും. ഈ ശ്ലോകത്തിൽ എന്ത് പറയുന്നു? ആ മഹത്തായ മാർഗം എന്താണ്? വേദാന്ത അർത്ഥത്തെ വിചാരം ചെയ്യലാണ്. ശ്രവണം ചെയ്ത് അതിനെ മനന ധ്യാനാദികളിലൂടെ ആ ആത്മജ്ഞാനത്തെ സമ്പാദിക്കലാണ്. ആ ആത്മജ്ഞാനത്താൽ സംസാര ദുഃഖങ്ങൾക്ക് ആത്യന്തികമായ നാശമുണ്ടാകും. അപ്പൊ ഇവിടെ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് വ്യക്തമാക്കുക. എന്താണോ ഈ മോക്ഷം? മോക്ഷം വേണോ? വേണ്ട, എനിക്കിപ്പോ വേണ്ട കേട്ടോ. പിന്നെ എപ്പോഴാണ് വേണ്ടത്? അപ്പൊ അതുവരെ ദുഃഖിച്ചുകൊണ്ടിരിക്കാന്നാണോ ഭാവം? മോക്ഷം എന്താ നോക്കുക, എത്ര വ്യക്തമാണ് ആചാര്യസ്വാമികളെ വിവേചിച്ചിട്ട് പറയണല്ലേ മോക്ഷം എന്താന്ന്? എന്താ? ആത്യന്തിക ദുഃഖനാശം. നോക്കൂ, ഇതാണ് മുക്തി. ആത്യന്തിക ദുഃഖ നിവൃത്തി, പരമാനന്ദ പ്രാപ്തിച്ച മോക്ഷ. മോക്ഷത്തിന് നിർവചനം ആചാര്യസ്വാമികൾ തന്നെ പറയുന്നുണ്ട്. എന്ത്? ആത്യന്തിക ദുഃഖ നിവൃത്തി, ദുഃഖങ്ങൾക്ക് എന്നേക്കുമായി ഇല്ലാണ്ടാവല്, വിരാമം, വിടം, ടാറ്റ പയ്യും. മനസ്സിലായോ? അതോടൊപ്പം പരമാനന്ദ പ്രാപ്തിച്ച, പരമാനന്ദ പ്രാപ്തി. ഇതാർക്കാ വേണ്ടാത്ത പറയൂ? ദുഃഖം ഇല്ലാണ്ടാക്കാനല്ലേ എല്ലാവരും വിഷമിക്കുന്നത്? ആരെങ്കിലും ദുഃഖിക്കാനാണോ? അപ്പൊ എന്നിട്ട് ദുഃഖം ഇല്ലാണ്ടാവണ്ടോ? വീണ്ടും ദുഃഖം വരില്ലേ? സുഖം ഉണ്ടാവാൻ എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്. ശാശ്വതമായ സുഖം കിട്ടുന്നുണ്ടോ? നശ്വര സുഖമല്ലേ കിട്ടുന്നത്? ചിന്തിക്കുക, ആർക്കത് വേണ്ടാത്തത്? ശബരിമലയ്ക്ക് പോണ സീസൺ ആണല്ലോ ഇപ്പോ. ആൾക്കാരും മാലയിട്ട് എന്താ പറയാ? സ്വാമിയെ കണ്ട മോക്ഷം കിട്ടും. പുറത്ത് പോയി സ്വാമിയെ കണ്ടിട്ട്, കോവിലിലെ സ്വാമിയെ കണ്ടിട്ട് മോക്ഷം കിട്ടില്ല. ആരോന്റെ ഹൃദയ ശ്രീകോവിലിരിക്കുന്ന ആ ആത്മസ്വരൂപനാകുന്ന സ്വാമിയെ കണ്ടാ മോക്ഷായി. മോക്ഷം എന്ന് പറഞ്ഞാണ് ദുഃഖ നിവൃത്തി. ദുഃഖം എന്നേക്കോ ഇല്ലാണ്ട് ആത്യന്തിക ദുഃഖ നിവൃത്തി എന്ന് പറയണം. നോക്കൂ, അതാണ് ആത്യന്തിക സംസാര ദുഃഖനാശം. സംസാര ദുഃഖങ്ങളുടെ ആത്യന്തിക നാശം ഭവിക്കും. അപ്പോ ഒരു വശം ദുഃഖം ഇല്ലാണ്ടാവുക, മറുവശം പരമാനന്ദം ഉണ്ടാവുക. മനസ്സിലായോ? ആ ദുഃഖത്തിന്റെ ആത്യന്തിക നാശവും ആ പരമാനന്ദാനുഭൂതിയുമാണ് മോക്ഷം. ഇത് കിട്ടും. അപ്പൊ ഡോണ്ട് വറി എന്ന് പറഞ്ഞ് ശിഷ്യനെ ആശ്വസിപ്പിച്ചു. ഹരി ഓം.